ആകാശലോകങ്ങൾ 7 ഭൂമിയും അതിനുള്ളിലുള്ളത് മുഴുവനും. 7 ആകാശം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, 7 ആകാശത്തിൽ ഒരാകാശം പോലും ഇന്നും ശാസ്ത്രലോകത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നിട്ടല്ലേ രണ്ടാമത്തത് ഒന്നാമത്തേത് എവിടെയാണെന്ന് പോലും നമുക്ക് അറിഞ്ഞിട്ടില്ല. കാരണം പ്രപഞ്ചം വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. നക്ഷത്രങ്ങളുടെ ബൗണ്ടറിക്കാണ് അല്ലാഹു തആല ഒന്നാം ആകാശം എന്ന് പറയുക. വലഖദ് സയ്യന്ന സമാഅദ്ദുന്യാ ബിമസ്വാബീഹ്. സമാഉദ്ദുന്യ ഒന്നാം ആകാശം എന്നതിനർത്ഥം ഒന്നാം ആകാശത്തെ വിളക്ക് കൊണ്ടാണ് അള്ളാഹു അലങ്കരിച്ചത്. ആ വിളക്കുകളാണ് നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നാം ആകാശത്തിൻ്റെ താഴെയാണ് സർവ്വ നക്ഷത്രങ്ങളും ഗാലക്സികളും ഉള്ളത്. അതിൻ്റെ എൻഡ് എവിടെയാണ്? ഇത് വികസിച്ചു കൊണ്ടുപോവുകയാണ്. എത്രയാ ബില്യൺ നക്ഷത്രങ്ങളാണ് ഒരു ഗാലക്സിയിൽ. 1 ബില്യൺ, മോർ ദാൻ എ ബില്യൺ. മില്യൺ അല്ല, 10 ലക്ഷം അല്ല, ബില്യൺ. അങ്ങനത്തെ ബില്യണിലേറെ നക്ഷത്ര സമൂഹങ്ങളുണ്ട് പ്രപഞ്ചത്തിൽ. എത്രയായിരിക്കും റബ്ബേ അള്ളാഹിൻ്റെ ലോകം? ഇതിപ്പോൾ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്. ഇപ്പോഴും ഒരു ഉപകരണം എടുത്ത് നോക്കിയിട്ടും ഒന്നാം ആകാശം കണ്ടെത്താൻ പറ്റിയിട്ടില്ല. പക്ഷെ അള്ളാഹു ഇത് വെച്ചിരിക്കുകയാണ്. എല്ലാം 21-ാം നൂറ്റാണ്ട് തീർന്നാൽ പറ്റില്ലല്ലോ. 22-ാം നൂറ്റാണ്ട് വരാനുണ്ടെങ്കിലോ അവർക്കും ചിലത് കണ്ടെത്താനുണ്ട്. അതിലേക്ക് അള്ളാഹു വെച്ചതാണ് 7 ആകാശങ്ങൾ എന്ന പരാമർശം. അതിപ്പോഴും ശാസ്ത്രത്തിന് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അങ്ങനെ കണ്ടെത്താൻ പറ്റാത്ത പലതുണ്ടായിരുന്നല്ലോ, ഇപ്പോൾ കണ്ടെത്തിയില്ലേ? ഇതും കിട്ടിക്കോളും. സമയമാകുമ്പോൾ അള്ളാഹു ഇത് പുറത്തു കൊണ്ടുവരും. അപ്പോൾ ഇതൊക്കെ വിശുദ്ധ ഖുർആനിലുണ്ടോ എന്ന് ആ കാലക്കാർ പറയും. അവർക്കത് അത്ഭുതമാകും. നമുക്കിന്ന് പലതും അത്ഭുതമായ പോലെ. തുസബ്ബിഹു ലഹുസ് സമാവാതുസ് സബ്ഉ വൽ അർളു വമൻ ഫീഹിൻ. ആകാശലോകങ്ങൾ 7 ഭൂമിയും അതിനിടയിലുള്ള സർവരും അല്ലാഹുവിനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. വഇം മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി. അല്ലാഹുവിനെ പുകഴ്ത്തി പറയാത്ത ഒരു വസ്തുവും ഈ പ്രപഞ്ചത്തിലില്ല. എല്ലാം അല്ലാഹുവിനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ചെടിയും കല്ലും മരവും മലകളും പർവ്വതങ്ങളും ഹിമഗണങ്ങളും എല്ലാം അല്ലാഹുവിനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. താരസമൂഹങ്ങളും ബ്ലാക്ക് ഹോളുകൾ. ബ്ലാക്ക് ഹോൾ എന്നൊക്കെ പറഞ്ഞ വലിയ സംഭവമാണ്. ഫലാ ഉഖ്സിമു ബിമവാഖിഇൻ നുജൂം ഇന്നഹു ലഖസമുൻ ലൗ തഅലമൂന അദീം. ബ്ലാക്ക് ഹോൾ, പ്രപഞ്ചത്തിൽ നക്ഷത്രങ്ങളെങ്ങാനും ആ കറുത്ത കുഴിയിലേക്ക് വീണാൽ നക്ഷത്രങ്ങളുടെ പൊടി പോലും കാണാനുണ്ടാവില്ല. നക്ഷത്രങ്ങൾ പോലും പ്രകാശമായിട്ട് മാറുന്ന സാധനം ഉണ്ടാവില്ല എന്നാണ്. കോടിക്കണക്കിന് കിലോ ഭാരമുള്ള സാധനം ബ്ലാക്ക് ഹോളിലേക്ക് വീണ് കഴിഞ്ഞാൽ അതിന് ഒരു ഈച്ചൻ്റെ ചിറകിൻ്റെ ഭാരം പോലും ഉണ്ടാവില്ല എന്ന്, കാണാൻ കിട്ടൂല. അതാണ് ബ്ലാക്ക് ഹോൾ. ഇന്ന് വലിയ ചർച്ചയാണ്. സ്റ്റീഫൻ ഹോക്കിംഗ് ആണ് അതിൻ്റെ വലിയ വലിയ തിയറികളൊക്കെ ലോകത്തിന് സമ്മാനിച്ചത്. ബ്ലാക്ക് ഹോളുകൾ